കോഴിക്കോട് റവന്യൂ വകുപ്പിൽ കൂട്ടസ്ഥലമാറ്റം. ഒറ്റയടിക്ക് 219 ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയത്. 3 വർഷമായി ഒരേ സീറ്റിൽ തുടരുന്നവരെയാണ് സ്ഥലം മാറ്റിയത് എന്നാണ് കലക്ടർ നൽകുന്ന വിശദീകരണം. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഒറ്റയടിക്കാണ് ഇത്രയധികം പേരെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കൂട്ടസ്ഥലമാറ്റം ഉണ്ടായത്? ദിവ്യ, ഈ ഭരണമാറ്റത്തിന് പിന്നാലെ 3 വർഷത്തിലധികമായി ഒരേ സീറ്റിൽ തുടരുന്നവരെ സ്ഥലം മാറ്റി എന്നുള്ളതാണ് കളക്ടറുടെ വിശദീകരണം. അങ്ങനെയുള്ളൊരു നടപടിയാണ് എടുത്തതെന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ 20-നാണ് ഈ സ്ഥലമാറ്റ ഉത്തരവ് വരുന്നത്. റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്ന 219 ക്ലർക്കുമാരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. വിവിധ ആളുകൾക്ക് സെക്ഷൻ മാറ്റി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥലമാറ്റവുമുണ്ട്. അങ്ങനെ ഒരു കൂട്ട സ്ഥലമാറ്റം ഉണ്ടായത് കഴിഞ്ഞ 20-ന് നൽകിയ ഉത്തരവിലൂടെയാണ്. ഏതായാലും ഇത് നിയമം പാലിക്കാതെയാണ്. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ ഈ സ്ഥലമാറ്റ നടപടിക്രമം എന്നത് ജീവനക്കാരിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് അതിലൊരു നടപടി എടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ചോയ്സ് നൽകാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഈ സ്ഥലം മാറ്റിയത് എന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ യൂണിയനുകളൊക്കെ തന്നെ ട്രിബ്യൂണലുകളെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ വരികയാണ്. ജീവനക്കാരും അതോടൊപ്പം തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് ഈ സ്ഥലമാറ്റ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ്. ഏതായാലും 219 പേരെയാണ് കോഴിക്കോട്ടെ റവന്യൂ വകുപ്പിൽ നിന്നും കഴിഞ്ഞ 20-ന് വന്ന സ്ഥലമാറ്റ ഉത്തരവിലൂടെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അല്ല സലാം, ഇതിലിപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ട സ്ഥലമാറ്റം എന്നതിൽ എന്ത് വിശദീകരണമാണ് കളക്ടർ നൽകുന്നത്? ദിവ്യ, സാധാരണ ഈ 219 പേരും 3 വർഷത്തിലധികമായി ഒരേ തസ്തികയിൽ ഒരേ സെക്ഷനിൽ ഒരേ പോസ്റ്റിൽ തുടരുകയായിരുന്നു. അങ്ങനെ തുടരുന്നവർക്ക് 3 വർഷം കഴിഞ്ഞാൽ സാധാരണ ട്രാൻസ്ഫർ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു സ്വാഭാവിക നടപടിക്രമമാണ് ഉണ്ടായതെന്നുള്ളതാണ് കളക്ടർ നൽകുന്ന വിശദീകരണം. എന്നാൽ ഇതിന് നിയമപരമായി പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും അപേക്ഷകർക്ക് പ്രിഫറൻസ് നൽകാനുള്ള ഒരു ഓപ്ഷൻ കൂടി സാധാരണ ഈ സ്ഥലമാറ്റ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഈ സ്ഥലമാറ്റം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടന ഉൾപ്പെടെ പെട്ട ജീവനക്കാർ ആരോപിക്കുന്ന കാര്യം. അതിനെതിരെയാണ് ഇപ്പോൾ അങ്ങനെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ഥലമാറ്റ ഉത്തരവിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും 219 പേരെയും സ്ഥലം മാറ്റിയിരിക്കുന്നത് സാധാരണ ഉണ്ടാകാറില്ല. അതുപോലെ ഒരു കൂട്ട സ്ഥലമാറ്റ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഭരണമാറ്റത്തിന് പിന്നാലെ ഉണ്ടായ ഒരു നടപടി എന്നുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു പ്രതിപക്ഷ ആരോപണം അത് ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെയുള്ളൊരു സ്ഥലമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ആരോപണം. യെസ്, കോഴിക്കോട് റവന്യൂ വകുപ്പിലാണ് ഈ കൂട്ട സ്ഥലമാറ്റം ഉണ്ടായിട്ടുള്ളത്. ഒറ്റയടിക്ക് 219 പേരെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അതിനെതിരെ എതിർപ്പുകളും ശക്തമാണ്. പലരും ഇതുമായി ബന്ധപ്പെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ സ്ഥലമാറ്റം ഉണ്ടായിട്ടുള്ളത് എന്ന് ആരോപിച്ചുകൊണ്ട് ട്രൈബ്യൂണലിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗസ്ഥർ. വിശദാംശങ്ങളാണ് സലാം മുഹമ്മദ് നൽകിയത്.